നമസ്കാരം. സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ സേവ് ആപ്പ് വാങ്ങിയൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീ ID അടിച്ചൊരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു മാസം വരെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വാങ്ങിയിട്ട് പൈസ കൊടുത്ത് വാങ്ങിയതാണെങ്കിലും അല്ലെങ്കിൽ ഫ്രീ ID അടിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഗൂഗിളിൽ പോയിട്ട് നമുക്ക് നമ്മുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ MySaving.in അടിക്കുക. MySaving.in അടിച്ച ശേഷം അങ്ങനെ വരും. അപ്പോൾ നമുക്ക് MySaving.in ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരുമ്പോൾ ഈ വലത്ത് ഭാഗത്ത് കാണുന്ന 3 വരെ ടച്ച് ചെയ്യുക. എന്നിട്ട് ലോഗിൻ ബട്ടൺ അടിക്കുക. ലോഗിൻ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ അപ്പോൾ നമുക്ക് നമ്മുടെ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഇതാണ് സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഡാഷ്ബോർഡ് ഉണ്ട്, ഡൗൺലോഡ് സേവ് ആപ്പ് ഉണ്ട്. അപ്പോൾ ഡൗൺലോഡ് സേവ് ആപ്പ് എന്നുള്ളത് ടച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് സേവ് ആപ്പ് ടച്ച് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തതിൻ്റെ പേരിൽ ഇവിടെ ഓപ്പൺ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഓപ്പൺ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആകും. ഓക്കെ, അപ്പോൾ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുക്കും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊരു 10-16 ഫീച്ചറുണ്ട്. നമുക്ക് ഇപ്പോൾ കണ്ടോ, നമ്മൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ, യൂട്ടിലിറ്റീസ് എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു പോകുന്നത് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ വരവ് ചിലവുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക, അതുപോലെ തന്നെ നമുക്ക് ഇതിലൂടെ ഇപ്പോൾ നമുക്ക് വരവ് ചിലവുകളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാസം നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ കിട്ടും അല്ലേ. നമുക്ക് എത്രയാണ് ചിലവായത്, എത്രയാണ് വരുമാനം വന്നത്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു നല്ല സിസ്റ്റത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ അതുപോലെ തന്നെ ആ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോട് കൂടിയിട്ട് നമുക്ക് നല്ലൊരു അച്ചടക്കം വരുന്നു. അതിലൂടെ നമുക്ക് ഒരു സമ്പാദ്യശീലം വേണമെങ്കിൽ ഒന്ന് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. കാര്യം ഒരു മാസം ചിലവ് കൂടുതലാണെങ്കിൽ അടുത്ത മാസത്തിലേക്ക് നമുക്ക് ചിലവ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ്സ് നോക്കാം. പേയ്മെൻറ്റ്സ് എന്നുള്ള കാര്യം ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് എൻ്റെ കണക്കുകളൊക്കെ കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഏറ്റവും താഴെ കാണുന്ന ആ റെഡ് പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഡേറ്റ്, ഏറ്റവും മുകളിൽ ഡേറ്റ് കാണുന്നുണ്ട്. താഴത്ത് നമുക്ക് ഇവിടെ കാറ്റഗറി ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഓൾറെഡി കാറ്റഗറി കമ്പനീൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കിവിടെ തന്നതുണ്ട്, അത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇതാ പ്ലസ് ബട്ടൺ അമർത്തിയ ശേഷം ഇവിടെ ഒരു അക്കൗണ്ട് നെയിം കൊടുത്ത ശേഷം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല, വേറൊരു ഓപ്ഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കാറ്റഗറി പെട്ട സാധനം ഏതെങ്കിലും ഒരു സംഭവം നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു ചിക്കൻ വാങ്ങിച്ചു നോക്കിയാൽ, ഒരു ഉദാഹരണത്തിന് ചിക്കൻ വാങ്ങിച്ചു. ഓക്കെ, ചിക്കൻ വാങ്ങിച്ചു നമുക്ക് ഒരു 300 രൂപയുടെ ചിക്കൻ വാങ്ങിച്ചു എന്ന് വയ്ക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 300 രൂപ എഴുതി. അപ്പോൾ ഇത് ബാങ്കിൽ നിന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിൾ പേ ചെയ്താണെങ്കിൽ ബാങ്ക് കൂടെ നമ്മൾ കൊടുക്കും അല്ലേ, അല്ലെങ്കിൽ ക്യാഷായിട്ട് കയ്യിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ ക്യാഷായിട്ട് കൊടുക്കും. അപ്പോൾ ക്യാഷായിട്ട് കൊടുത്ത് ക്യാഷ് നോക്കിയാൽ ഒരു ഉദാഹരണം, ബാങ്കായിട്ട് നമുക്ക് ബാങ്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റും. ക്യാഷായിട്ട് കൊടുത്താൽ ക്യാഷിന് കൊടുക്കാം. ഓക്കെ, ക്യാഷ് കൊടുത്തു. പിന്നെ എന്നിട്ട് നമ്മൾ എന്ത് ചിക്കൻ വാങ്ങിച്ചു, അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിന് റിമാർക്കായിട്ട് നമുക്ക് അതിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിമാർക്ക് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ചിക്കൻ അല്ല, ഇനിയിപ്പോൾ എന്താണെങ്കിൽ വേറെ എന്താണെങ്കിലും അതിന് ഇവിടെ റിമാർക്ക് എഴുതാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഓക്കെ സേവായി. അപ്പോൾ ഒരു മ്യൂസിക് വന്നിട്ടേ സേവായി. നമ്മൾ ബാക്കിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ഇവിടെ ചിക്കൻ വന്നിട്ടുണ്ട്, 300 രൂപ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ചിക്കൻ നമ്മൾ വാങ്ങിച്ചത് 300 അല്ല, ചിലപ്പോൾ മറന്നു പോയിട്ട് നമ്മൾ 350 കൊടുത്തെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരുത്താൻ വേണ്ടിയിട്ട് 350 ആക്കണം. അപ്പോൾ 350 ആക്കാം. 350 ആക്കി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ. അപ്പോൾ നമുക്കവിടെ ക്ലിയറായി. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം ചിക്കൻ 350 രൂപ അല്ലേ, ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡേറ്റ് തെറ്റിപ്പോയി. നമ്മൾ 9-ാം തീയതി എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ 8-ാം തീയതിയാണ് വാങ്ങിച്ചെങ്കിൽ നമുക്കത് ഡേറ്റ് തെറ്റാണെങ്കിൽ ഇപ്പോൾ 8-ാം തീയതി ആക്കിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ സെറ്റ് ചെയ്തിട്ട് 8-ാം തീയതി ആക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുതി വെക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ, അത് മനസ്സിലാക്കുക. ഓക്കെ,
ഇനി നമുക്കിതൊന്നും വേണ്ട, നമ്മൾ എഴുതിയത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് മാച്ച് കളയണമെങ്കിൽ ഇപ്പോൾ മാച്ച് കളയണ്ടോ, മാച്ച് കളയണമെങ്കിൽ ഡിലേറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് അടിച്ചപ്പോൾ ഡിലേറ്റ് അടിച്ച് പോയി. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി ഇപ്പോൾ റെസിപ്റ്റ് പറഞ്ഞാൽ നമുക്ക് വരുമാനമാണ്. വരുമാനം നമുക്ക് നോക്കാം. വരുമാനം നമുക്ക് എഴുതിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടി നോക്കിയാൽ നമുക്ക് സാലറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിധത്തിലുള്ള വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ നമ്മൾ നേരത്തെ കണ്ടില്ല അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്താണ് വരുമാനം എല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. ഏതെങ്കിലും ഒന്ന് ക്യാഷ് തന്നെ കൊടുക്കുക. ക്യാഷ് എന്തെങ്കിലും വിധത്തിൽ നമുക്ക് വരുമാനം കിട്ടി. ഇപ്പോൾ നമുക്ക് ഇത് കാറ്റഗറിയോട് തിരിക്കാൻ പറ്റുമോ, കാറ്റഗറി എന്താണ്, എന്ത് വിധത്തിലുള്ള വരുമാനമാണ് കിട്ടിയാൽ അതിവിടെ എഴുതാൻ പറ്റും. ക്യാഷ് എന്ന് എഴുതിയ ഭാഗത്ത് നമുക്ക് ആ വരുമാനത്തിൻ്റെ കാര്യം അവിടെ കാറ്റഗറി തിരിച്ചെഴുതാം. ഇതിപ്പോൾ നമുക്ക് നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ വരുമാനമാണോ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പൈസ കിട്ടാനുള്ളത് കിട്ടിയതിൻ്റെ അതാണോ, അല്ലെങ്കിൽ സാലറി കിട്ടിയതാണോ, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്കൊരു 1000 രൂപ കിട്ടി, നമുക്കത് വരുമാനമായിട്ട് കണ്ടെങ്കിൽ നമുക്ക് 1000 രൂപയുടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ക്യാഷാണ്, ക്യാഷ് ബാങ്കിൽ നിന്ന് കിട്ടുകയാണ്, അങ്ങനെ പിന്നെ റിമാർക്ക് ഒക്കെ ഇതേപോലെ തന്നെ അതേ സിസ്റ്റം തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1000 രൂപ ക്യാഷ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്നു. അപ്പോൾ നമുക്ക് നോക്കാം, ഏറ്റവും ടോപ്പിൽ വന്നോ ക്യാഷ് 1000 അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ റിമാർക്ക് കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണ് പൈസ കിട്ടിയത് എന്താണെന്നൊക്കെ നമ്മൾ എഴുതിക്കാനുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഈ എൻ്ററിൽ പോയിട്ട് നമുക്ക് റിമാർക്കൊക്കെ എഴുതിക്കാൻ പറ്റും. ഇനി ഇത് വേണ്ടെങ്കിൽ മാച്ച് കളിക്കണം, ഡിലേറ്റ് അടിച്ച് കഴിഞ്ഞാൽ യെസ് അടിച്ച് കഴിഞ്ഞാൽ അത് പോയി, അതില്ല അവിടെ ക്ലിയറായി. അപ്പോൾ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. സിമ്പിളാണ്, നമുക്ക് ആർക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ വാലറ്റ് ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കാറ്റഗറി തിരിച്ചിട്ട് ഓരോ സാധനത്തിനും ഇത്ര റുപ്യ മാസം ചിലവാക്കാൻ വേണ്ടി തരം തിരിച്ച് നമുക്ക് എഴുതിയേക്കാൻ പറ്റുന്ന സംവിധാനമാണ് ബഡ്ജറ്റ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും നമുക്ക് നോക്കി മനസ്സിലാക്കാം. എല്ലാതും ഒരുപാട് ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ ഓരോ ഓപ്ഷനും നമ്മൾ നോക്കി മനസ്സിലാക്കി പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ടാസ്ക്, ഡയറി, ഡ്രീം സെറ്റ് ചെയ്യണമെങ്കിൽ അത് ഇപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ നമുക്ക് ഒരു യൂട്ടിലിറ്റീസിൽ നമുക്ക് വരാനുള്ളത് ഇപ്പോൾ ബിൽ പേയ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്, അടുത്ത് തന്നെ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ അച്ചീവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഫ്രീ ID അടിച്ചൊരു വ്യക്തിക്ക് പോലും ആ യൂട്ടിലിറ്റി സർവീസ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ വേണ്ട, ഇവിടെ നമ്മളൊരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വിസിറ്റിംഗ് കാർഡ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, വാട്സപ്പ് ഇതൊക്കെ കൊടുത്ത ശേഷം നമുക്ക് ഇതിൽ സ്വന്തമായി എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പേർക്ക് ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപ വരുന്നുള്ളത് നമ്മൾ പുറത്തുനിന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. കാര്യം ഒരു 20,000-25,000 രൂപ വരുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വെറും 14,157 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ 3 ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് മാത്രമല്ല ഒരു വെബ് കാർഡ് കൂടി കിട്ടും കേട്ടോ. വെബ് കാർഡിന് ഞാനിതിൽ പറഞ്ഞിട്ടില്ല. ഇത് നമ്മളെ ഇതിൻ്റെ ആപ്പിനെ പറ്റി മാത്രമേ ഞാൻ പറഞ്ഞു. വെബ് കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. വെബ് കാർഡിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാ ആളുകളും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. അവരവരുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമായിട്ട് കാണുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.